ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചുരിദാർ മെറ്റീരിയലിൽ വർക്ക് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് നെക്കും സ്ലീവും മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുപോലെ ചുരിദാർ മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും മെഷർമെൻറ്റ്സ് എടുത്ത് തയ്യൽ തുമ്പും കൂടി കൂട്ടി മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് സ്ലീവിന് എന്തോരം ഫാബ്രിക് ബാക്കി കിട്ടുമെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് സെൻറ്റർ പോയിൻ്റ് അറിയാൻ വേണ്ടി ഇതുപോലെ ഒരു കട്ടിങ് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്ക് വരയ്ക്കുമ്പോൾ മിഡിൽ പോയിൻ്റ് നോക്കി വേഗം വരച്ചെടുക്കാം. നെക്ക് കട്ട് ചെയ്തെടുക്കാൻ ഞാനൊരു A4 ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാണ് A4 ഷീറ്റ് എടുത്തത്. ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുത്താൽ മതി നെക്കും സ്ലീവും ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ. A4 ഷീറ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഞാനിവിടെ നെക്കിൻ്റെ വിത്ത് 3.5 നെക്കിൻ്റെ ലെങ്ത്ത് 5.5 എടുക്കുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വരച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് മുകളിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വരയ്ക്കാം കേട്ടോ. ഞാനിവിടെ തയ്യൽ തുമ്പ് കൊടുത്തിട്ടില്ല. ഒരു സ്ക്വയർ നെക്ക് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഒരു സ്മോൾ കേർവ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെയും സെൻറ്ററിൽ ഒരു കട്ടിങ് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൽ ഏത് പീസ് വേണേലും മാർക്ക് ചെയ്യാൻ എടുക്കുക. ഞാൻ ആ കട്ടിങ് കൊടുത്ത പീസാണ് എടുക്കുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് 2 രീതിയിൽ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ട് നെക്ക് മുറിച്ച് വെച്ചത് ഇതുപോലെ മുകളിൽ ഫോൾഡ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഈ ചോക്ക് വെച്ച് വരച്ചെടുക്കാം. അപ്പോൾ നെക്കിൻ്റെ ഒരു സൈഡ് കിട്ടും. അപ്പുറത്തെ സൈഡ് കിട്ടാനായിട്ട് ഫാബ്രിക് കറക്റ്റായിട്ട് തിരിച്ച് ഫോൾഡ് ചെയ്യാം ഇതുപോലെ. എന്നിട്ട് നമ്മൾ നെക്ക് വരച്ചെടുത്ത് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ അപ്പുറത്തെ സൈഡിലും ചോക്കിൻ്റെ പാട് വരും. അതൊന്നുകൂടി ക്ലിയർ ആയിട്ട് വരച്ചെടുക്കുക. അപ്പോൾ ഫുൾ നെക്ക് കിട്ടും. ഞാൻ ചെയ്യാറുള്ളത് നെക്സ്റ്റ് മെത്തേഡാണ്. ഇതുപോലെ നിവർത്തിയിട്ടിട്ട് ഫാബ്രിക്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നെക്ക് പാറ്റേൺ വെച്ച് വരച്ചെടുക്കുക. ഫാബ്രിക്കിലും നെക്ക് പാറ്റേണിലും ആ കട്ടിങ് കൊടുത്തതുകൊണ്ട് സെൻറ്റർ ഈസിലി അറിയാൻ പറ്റും. നെക്ക് വരച്ചെടുക്കുന്ന ക്ലിപ്പിൻ്റെ നിന്ന് മിസ്സായി പോയിട്ടോ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി അതിൻ്റെ മുകളിൽ വെച്ച് കാണിച്ചു തരാം. ഒന്നില്ലെങ്കിൽ ഈ പാറ്റേൺ സെൻറ്ററിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് വരച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഈ ഒരു നെക്കിൻ്റെ പാറ്റേൺ സെൻറ്ററിൽ വെച്ചിട്ട് വരച്ചെടുക്കാം. എനിക്ക് തോന്നുന്നു ഇതാണ് ഇത്തിരി കൂടി എളുപ്പം, സെൻറ്റർ കണ്ടുപിടിച്ച് വേഗം വെച്ചിട്ട് വരച്ചെടുക്കാൻ. അപ്പം ഞാൻ നെക്ക് മാർക്ക് ചെയ്തപ്പോൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ 1/2 ഇഞ്ച് വിട്ടിട്ടാണ് താഴെ ഞാൻ നെക്കിൻ്റെ പാറ്റേൺ വെച്ച് വരക്കുന്നത്. ഈ ഒരു പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വരയ്ക്കാൻ, ഇൻവിസിബിൾ പെൻസിൽ. ഇത് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ മാഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നാൽ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ വരച്ചെടുക്കാം. വർക്ക് ചെയ്യാനായിട്ട് 1/4 ഇഞ്ച് ഇതുപോലെ നീക്കി വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ലൈനിലൂടെ വേണം വർക്ക് ചെയ്യാനായിട്ട്. അപ്പം നല്ലപോലെ വൈഡ് നെക്കൊക്കെയാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ 1/4 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യണമെന്നില്ല. അത് ടാലിയായി പൊക്കോളും. നമ്മൾ ഒതുക്കിയൊക്കെയാണ് നെക്ക് മാർക്ക് ചെയ്യുന്നതെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ 1/4 ഇഞ്ച് നീക്കിയിട്ടിട്ട് തന്നെ അതിലൂടെ വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ തയ്ച്ചു വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോകും നെക്ക്. നെക്സ്റ്റ് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കഴിഞ്ഞിട്ടുള്ള ബാക്കി ഫാബ്രിക് നോക്കുക. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും തയ്യൽ തുമ്പ് കൂടി ചേർത്ത് വരച്ചെടുക്കാൻ മറക്കരുത്. എന്നിട്ട് ബാക്കി പോർഷനിൽ നമ്മുടെ സ്ലീവ് വെച്ച് നോക്കുക എവിടെയാണ് വരച്ചെടുക്കാൻ പറ്റാമെന്ന്. ഞാൻ ഈ 2 പോർഷനിലാണ് വരയ്ക്കാൻ പോകുന്നത്. ന്യൂസ് പേപ്പറിലാണ് സ്ലീവ്സ് വെട്ടിയെടുത്തിരിക്കുന്നത്. തയ്യൽ തുമ്പും കൂടി കൂട്ടിയാട്ടോ എടുത്തിരിക്കുന്നത്. തയ്യൽ തുമ്പ് ഓൾറെഡി അതിൽ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഫാബ്രിക്കിൻ്റെ എൻഡിൽ ചേർത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. തയ്യൽ തുമ്പ് കൊടുക്കാതെ നിങ്ങളുടെ എക്സാക്റ്റ് മെഷർമെൻറ്റ്സിലാണ് വരച്ചെടുത്തതെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മെഷർമെൻറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റായിട്ട് സ്ലീവിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യാം. ബട്ട് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് വേണം മുറിച്ചെടുക്കാൻ. ഞാനിവിടെ തയ്യൽ തുമ്പെല്ലാം കൂട്ടി വരച്ചെടുത്തുകൊണ്ട് എനിക്ക് സ്ലീവിൽ കംപ്ലീറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഒക്കെ മുകളിലും താഴെയും വരച്ചു കൊടുത്തിട്ട് അതിനുള്ളിൽ വേണം വർക്ക് ചെയ്യാൻ. പിന്നെ സ്ലീവിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തയ്യൽ തുമ്പ് കൊടുക്കാം. 1 ഇഞ്ചോ 1.5 2 ഇഞ്ചോ ഒക്കെ കൊടുക്കാം. ഇതുപോലെ ബട്ടർ പേപ്പേഴ്സും യൂസ് ചെയ്യാം കേട്ടോ വരയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യാനായിട്ട് നെക്കും സ്ലീവും മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ഓൾ. ബൈ.